യെസ് മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ചാപ്റ്ററിന്റെ പേര് സീക്വൻസ് ആൻഡ് സീരീസ് ആണെങ്കിലും നമുക്ക് ഈ ചാപ്റ്ററിൽ ആ കൂടെ പഠിക്കാനുള്ളത് ഒരേ ഒരു കൺസെപ്റ്റ് മാത്രമാണ്, അതാണ് ജിയോമെട്രിക് പ്രോഗ്രഷൻ. സോ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് കടക്കാം. ചാപ്റ്ററിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ഈ എടുക്കുന്ന ക്ലാസ്സസിന്റെ എല്ലാം നോട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ CM അക്കാഡമിയുടെ ആപ്പിൽ അതെല്ലാം അവൈലബിൾ ആണ്. ആപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആൻഡ്രോയിഡ് ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് CM അക്കാഡമി എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. മെനുവിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും? മെനുവിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഫ്രീ മെറ്റീരിയൽസ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ട്. ആ ഫോൾഡർ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കും? അവിടെ നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ iOS ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്, ആപ്പിൾ ഡിവൈസസ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ HGNTIB എന്ന് പറയുന്ന ഒരു ORG കോഡായിരിക്കും നിങ്ങളോട് ആദ്യം ചോദിക്കുക. അവിടെ അടിച്ചു കൊടുക്കേണ്ട സാധനമാണ് ഈ കൊടുത്തിട്ടുള്ളത്, ബാക്കിയെല്ലാം സെയിം ആണ്. സോ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് കിടക്കാം. എന്താണ് ജിയോമെട്രിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ GP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് ആകെ പഠിക്കാനുള്ള എന്ത് മാത്രമേ ഉള്ളൂ? GP, ജിയോമെട്രിക് പ്രോഗ്രഷൻ മാത്രമാണുള്ളത്. നമ്മൾ 10ാം ക്ലാസ്സിൽ ഒരാളെ പഠിച്ചിട്ടുണ്ട്, അരിതമെറ്റിക് പ്രോഗ്രഷൻ. ഓർമ്മയുണ്ടോ? അരിതമെറ്റിക് പ്രോഗ്രഷൻ എന്തായിരുന്നു പരിപാടി? ഒരു എക്സാമ്പിൾ പറഞ്ഞേടാ. പറഞ്ഞേ. 5, 7, 9 ഇങ്ങനെ പോവും. എന്താ പരിപാടി? ഇവിടേക്ക് നമ്മൾ 2 ആഡ് ചെയ്ത് കൊടുത്തു. ഫസ്റ്റ് ടേമിലേക്ക് 2 ആഡ് ചെയ്തപ്പോൾ സെക്കൻഡ് ടേം കിട്ടി. സെക്കൻഡ് ടേമിലേക്ക് വീണ്ടും നമ്മൾ 2 ആഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ നമുക്ക് തേർഡ് ടേം കിട്ടി. ഇതായിരുന്നു എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരിതമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ. ഇനി ജിയോമെട്രിക് പ്രോഗ്രഷനിലേക്ക് വരികയാണ്. ആരാണടാ? ജിയോമെട്രിക് പ്രോഗ്രഷൻ. ഞാൻ ഫസ്റ്റത്തെ ഒരു ടേം എടുത്തു, അതെന്തായിട്ടാണ് എടുത്തത്? 1 ആയിട്ടാണ് എടുത്തത്. നെക്സ്റ്റ് ടേം എടുത്തു 2, അടുത്ത ടേം എടുത്തു 4, അടുത്ത ടേം എടുത്തു 8. എന്താണ് ഞാൻ ചെയ്തത്? നേരത്തെ ഇവിടെ 2 കൂട്ടി പോവുകയാണെന്നെങ്കിൽ ഇവിടെ എന്താ ചെയ്തത്? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു. സെക്കൻഡ് ടേമിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? തേർഡ് ടേം കിട്ടി. തേർഡ് ടേമിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഫോർത്ത് ടേം കിട്ടി. ഇവിടെ കൂട്ടി പോവുകയാണെങ്കിൽ ഇവിടെയോ ഗുണിച്ച് പോവാണ് വേണ്ടത്. ഇത്രേ ഉള്ളൂ വ്യത്യാസം. ക്ലിയർ ആണല്ലോ? യെസ്. നമുക്ക് നേരെ ഇയാളെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമ്മൾ അരിതമെറ്റിക് പ്രോഗ്രഷനിൽ ആകെ കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു nth ടേം കണ്ടുപിടിക്കുക, സം കണ്ടുപിടിക്കുക എന്നുള്ള പരിപാടികളൊക്കെ ആയിരുന്നു. സോ നമുക്ക് ആ പറയപ്പെട്ട ആളുകളെ എല്ലാം ഒന്ന് പരിചയപ്പെടാം. ഇവിടെ നോക്കിയടാ, nth ടേം ഓഫ് എ GP, ഒരു GPയുടെ nth ടേം കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ ആണ് എന്ത്? AR⁻n−1. എന്താണടാ? AR⁻n−1. മക്കളെ ഇവിടെ നോക്കിയടാ, ഇവിടെ നമ്മൾ പറഞ്ഞു ഈ ഗുണിച്ച് പോകുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോമൺ റേഷ്യോ. എന്താണ് പേര് വിളിക്കുക? കോമൺ റേഷ്യോ. ഇയാളെ നമ്മൾ എന്താ പേര് വിളിക്കുക? ഫസ്റ്റ് ടേം എന്ന് പേര് വിളിക്കും. എന്താ പേര് വിളിക്കുക? ഫസ്റ്റ് ടേം. ഏത് ലെറ്റർ വെച്ച് റെപ്രസെന്റ് ചെയ്യും? A എന്ന് പറയുന്ന ലെറ്റർ വെച്ച് റെപ്രസെന്റ് ചെയ്യും. F അല്ല. ഏത് ലെറ്റർ വെച്ചിട്ടാണ്? A എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ്. നമ്മൾ ആ ഗുണിച്ച് പോകുന്ന ആളെ നമ്മൾ എന്താ പേര് വിളിക്കുക എന്ന് പറഞ്ഞത്? കോമൺ റേഷ്യോ എന്ന് പേര് വിളിക്കും. ഏത് ലെറ്റർ വെച്ച് റെപ്രസെന്റ് ചെയ്യും? R വെച്ച് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ എങ്ങനെയാണ് ഒരു കോമൺ റേഷ്യോ കണ്ടുപിടിക്കല്? R കണ്ടുപിടിക്കാനുള്ള പരിപാടി എന്താ? സെക്കൻഡ് ടേമിനെ ഫസ്റ്റ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് വേണ്ടത്. നമ്മൾ x1, x2, x3 എന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മൾ 10ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു ടേംസ് അരിതമെറ്റിക് പ്രോഗ്രഷന്റെ. ഇവിടെ A1, A2, A3 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ടേംസിനെ പരിചയപ്പെടുന്നത്. സോ R കണ്ടുപിടിക്കാനുള്ള പരിപാടി എന്താണ്? സെക്കൻഡ് ടേമിനെ ഫസ്റ്റ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇങ്ങനെ മാത്രമാണോ R കണ്ടുപിടിക്കാൻ പറ്റുക? അല്ല. എന്ത് ചെയ്യാൻ പറ്റും? കോൺസിക്യൂട്ടീവ് ടേംസിന്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. റേഷ്യോ കണ്ടുപിടിക്കുക പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യുക. അതായത് ഇനി തേർഡ് ടേമിനെ സെക്കൻഡ് ടേമിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താലും നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ 100 ടേമിനെ 99th ടേം കൊണ്ട് ഡിവൈഡ് ചെയ്താലും നമുക്ക് ആരെ കിട്ടൂടാ? കോമൺ റേഷ്യോന് കിട്ടും. എന്നാൽ ഇനി അടുത്ത നോക്കിയടാ, ജിയോമെട്രിക് മീൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. ജിയോമെട്രിക് മീൻ എന്താണെന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് തലമുണ്ടാക്കേണ്ട ആവശ്യമില്ല, പഠിച്ചു വെച്ചോ. AB എന്ന് പറയുന്ന 2 നമ്പേഴ്സ് തന്നിട്ട് നിങ്ങളോട് ജിയോമെട്രിക് മീൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? √AB ആണ്. നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. AB എന്ന് പറയുന്ന 2 എലമെന്റ്, ഇവർ രണ്ടുപേരും ജിയോമെട്രിക് പ്രോഗ്രഷനാണ് ഇപ്പോൾ ഉള്ളത് എന്ന് കരുതുക. നമ്മൾ ഇതിന്റെ ഇടയിൽ ഒരു പുതിയ ആളെ കൊണ്ടുവന്നിറക്കാണ്, C എന്ന് പറയുന്ന ഒരാളെ. ഈ C എന്ന് പറയുന്ന ആളെ കൊണ്ടുവന്ന് ഇറക്കിയാലും ഈ 3 നമ്പേഴ്സും എന്തായിട്ട് തുടരണം? ജിയോമെട്രിക് പ്രോഗ്രഷൻ ആയിട്ട് തുടരണം. അങ്ങനെയുള്ള നമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജിയോമെട്രിക് മീൻ എന്ന്. കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ മക്കളെ നിങ്ങൾ അതിന്റെ വൈത്താൽ പോകാൻ നിൽക്കേണ്ട, ഇക്വേഷൻ പഠിച്ചു വെച്ചോ. ഓക്കെ ആണല്ലോ? അടുത്തതാണ് സം ഓഫ് GP. സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ SN എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സമ്മ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 3 ഇക്വേഷൻ ഉണ്ട്. നിങ്ങൾ കണ്ടിട്ട് തലമിന്നൊന്നും വേണ്ട. SN, അതായത് നമ്മുടെ R-ന്റെ വാല്യൂ 1 ആണെങ്കിൽ ഇക്വേഷൻ എന്താണ്? AR എന്ന് മാത്രമേ ഇക്വേഷൻ ഉള്ളൂ. ഇനി അഥവാ R-ന്റെ വാല്യൂ 1-നേക്കാൾ കൂടുതലാണെന്ന് കരുതുക, അതായത് R-ന്റെ വാല്യൂ 3, 2, 4, 5 എത്ര ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ വരിക A × R⁻n−1 ഡിവൈഡഡ് ബൈ R−1 ആണ് ഇക്വേഷൻ. മക്കളെ വീണ്ടും പറഞ്ഞ് പഠിച്ചേക്ക്. ഇനി അഥവാ R-ന്റെ വാല്യൂ 1-നേക്കാൾ ചെറുതാണെങ്കിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് 1 ഇങ്ങോട്ട് പുറത്ത് കിട്ടു കൊടുക്കുക. അപ്പൊ A × 1 - R⁻n ഡിവൈഡഡ് ബൈ 1 - R എന്നാവും. അത്രയേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ 12th ടേം ഓഫ് ദ സീക്വൻസ് ഹൂസ്
nth ടേം ഈസ് 2n - 3 ഡിവൈഡഡ് ബൈ 6. ഇങ്ങനെ nth ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അയാൾ പിന്നെ GP ആണോ AP ആണോ എന്നുള്ളതൊന്നും നമ്മൾ നോക്കാൻ നിൽക്കണ്ട. നേരെ ആ ഇക്വേഷൻ കൊണ്ട് എടുത്ത് ചെയ്താൽ നമ്മുടെ എത്രാമത്തെ ടൈമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? 12ാമത്തെ 12th ടൈം അല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? ഒറ്റ പരിപാടിയുള്ളൂ, എന്നിന് പകരം 12 ഇട്ട് കൊടുക്കുക. എന്നിന് പകരം നമ്മൾ 12 ഇട്ട് കൊടുത്തു. ഇനി ചെയ്യുന്ന സമയത്ത് ബോർഡ് മാസ് ചിന്തിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നേരെ 2നെ 12 മൾട്ടിപ്ലൈ ചെയ്തു, 24 കിട്ടി. 24നെ 3 കൊണ്ട് മൈനസ് ചെയ്തു, 21 ഡിവൈഡഡ് ബൈ 6 എന്ന് നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. 21ഉം 6ഉം എന്താണ് പ്രത്യേകത? 21 ആണെങ്കിലും 6 ആണെങ്കിലും ആരുടെ മൾട്ടിപ്പിൾ ആണ്? 3ന്റെ മൾട്ടിപ്പിൾ ആണ്. 21ൽ എത്ര 3 ആണുള്ളത്? 7 ആണുള്ളത്. 6ൽ എത്ര 3 ഉണ്ട്? 2 ആണുള്ളത്. സോ നമ്മൾ വെട്ടി ചെറുതാക്കിയിട്ട് എഴുതി കൊടുത്തു. വെട്ടി ചെറുതാക്കി എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് വേണം. നിങ്ങൾ എഴുതിയ സാധനം ശരിയാണ് എന്നുണ്ടെങ്കിൽ മാത്രം വെട്ടി ചെറുതാക്കാൻ നിന്നാൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ അവിടെ കടന്നോട്ടെ. നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ദ 10th ടേം ഓഫ് എ GP ഹൂസ് തേർഡ് ടേം ഫൈൻഡ് ദ 10th ടേം. 10th ടേം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ തേർഡ് ടേം തന്നിട്ടുണ്ട് 24 ആണെന്ന്, അതുപോലെ 6th ടേം തന്നിട്ടുണ്ട് 192 ആണെന്നുള്ളത്. ശരിക്കും ശ്രദ്ധിച്ചോടാ മക്കളെ. നമുക്ക് തേർഡ് ടേം തന്നിട്ടുണ്ട്, ഇല്ലേടാ? ഇല്ലേ? നമ്മൾ nth ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, AR⁻n-1. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്റെ കൂടെ ഒന്ന് പറഞ്ഞേടാ, AR⁻n-1 എന്ന് പറഞ്ഞാൽ 5th ടേം എന്ന് പറഞ്ഞാൽ AR⁻5-1 എന്നല്ലേ? അതായത് AR⁴ അല്ലേടാ? അങ്ങനെയാണെങ്കിൽ 10th ടേം എന്ന് പറഞ്ഞാൽ എന്താടാ? AR⁻9 ആണ്. അങ്ങനെയാണെങ്കിൽ 20th ടേം എന്ന് പറഞ്ഞാൽ എന്താ? AR⁻19 ആണ്. ക്ലിയർ ആണല്ലോ? സിമ്പിൾ അല്ലേ പരിപാടി? അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയടാ, തേർഡ് ടേം നമുക്ക് തന്നിട്ടുണ്ട്. തേർഡ് ടേം എത്രയാ? 24 ആണ് തന്നിട്ടുണ്ട്. അതിന്റെ ഇക്വേഷൻ ആക്കിയിട്ട് എഴുതി കൊടുത്തു, AR². തേർഡ് ടേം ആണല്ലോ. നെക്സ്റ്റ് 6th ടേം നമുക്ക് തന്നിട്ടുണ്ട്, AR⁵5. അത് എത്രയാടാ? 192. അവർ രണ്ടുപേരെയും രണ്ട് ഇക്വേഷൻ ആയിട്ട് എടുത്തു. ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും ആയിട്ട് എടുത്തു. ഇനി ഈ രണ്ടാമത്തെ ഇക്വേഷനെ ഒന്നാമത്തെ ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഈക്വൽ ടുവിന്റെ അപ്പുറത്തുള്ള ആളുകളെ ഇവിടെയും ഡിവൈഡ് ചെയ്യുക, ഈക്വൽ ടുവിന്റെ അപ്പുറത്തുള്ള ആളുകളെ അപ്പുറത്തും ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇത് ഇവിടെ നോക്കിയടാ, ഈ എയും എയും നമ്മൾ നേരെ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി അടുത്തത് ആരാളുള്ളത്? R⁵5 ഡിവൈഡഡ് ബൈ R². R⁵5 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, R എത്ര ഉണ്ടാവും? 5 എണ്ണം ഉണ്ടാവും. താഴെ എത്ര ഉണ്ടാവും? 2 എണ്ണം ഉണ്ടാവും. അപ്പൊ താഴെയുള്ള 2 R മുകളിലുള്ള 2 R വെട്ടി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എത്ര ആറാണുള്ളത്? 3 എണ്ണാണുള്ളത്. സോ R⁵3 എന്ന് നമുക്ക് ആൻസർ കിട്ടും. പരിപാടി ഇത്രയേ ഉള്ളൂ, 5ന്ന് 2 എണ്ണം കുറച്ചാൽ മതി. അത്രേ ഉള്ള പരിപാടി. സോ R⁵3 എന്ന് പറയുന്നത് ഇത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ കുത്തിയാൽ നിങ്ങൾക്ക് 8 എന്ന ആൻസർ കിട്ടും. R³ വാല്യൂ 8 ആണ്. അങ്ങനെയാണെങ്കിൽ R-ന്റെ വാല്യൂ എത്ര ആയിരിക്കും? ⁻8. അപ്പൊ നിങ്ങൾക്ക് പല കാൽക്കുലേറ്ററിലും ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗം ഉണ്ടാവില്ല. ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാറാവേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? ക്യൂബ് റൂട്ട് 8 എന്ന് പറഞ്ഞാൽ 8⁻1/3 ആണ്. എന്താണടാ? 8⁻1/3. മക്കളെ, ഈ ബ്രാക്കറ്റ് ഇടാൻ മറന്നിട്ട് ഉത്തരം തെറ്റിപ്പോയിട്ട് ഇന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഈ ബ്രാക്കറ്റ് അവിടെ ഇട്ട് തന്നെ കൊടുക്കണം. 8⁻2 നമ്മൾ ഇങ്ങനെ ഒരു സിമ്പിൾ ഇട്ട് കൊടുക്കാറില്ലേ? അത് ഇട്ടതിന് ശേഷം ബ്രാക്കറ്റിനുള്ളിൽ 1/3 എഴുതി കൊടുക്കുക. അപ്പൊ 4√8 കാണണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 4√16 കാണണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 16⁻1/4 എന്ന് ചെയ്ത് കൊടുത്താൽ മതി. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് ഇവിടെ കിട്ടി. ആരുടെ വാല്യൂ കിട്ടിയടാ? R-ന്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് R-ന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണോ ചോദ്യം? ചോദ്യം കണ്ടുപിടിക്കാനാണ്. 10th ടേം കണ്ടുപിടിക്കാനാ ചോദ്യം. ഞാൻ ഇവിടെ നോക്കിയടാ, നമുക്കറിയാം തേർഡ് ടേം AR² ആണ്. അതിന്റെ വാല്യൂ 24 ആണെന്ന് പറയാലോ. ഇതിൽ R-ന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. എന്താണ്? 2 ആണെന്ന് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. സോ ഇതിൽ നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് R-ന്റെ വാല്യൂ ഇട്ട് കൊടുത്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? A⁻2² = 24 എന്ന് കിട്ടും. 2² എത്രയാടാ? 4 ആണ്. A⁻4 = 24. അങ്ങനെയാണെങ്കിൽ A-ന്റെ വാല്യൂ എത്രയാടാ? 24 ഡിവൈഡഡ് ബൈ 4. ആൻസർ എത്രയാ? 6. എയും കിട്ടി, R-ഉം കിട്ടി. നമ്മുടെ എത്രാമത്തെ ടൈമാടാ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? 10th ടൈം അല്ലേ? പറഞ്ഞ ഇക്വേഷൻ എന്താ? AR⁻9. യെസ്, AR⁻9 നമ്മൾ കണ്ടുപിടിക്കണം. A-ന്റെ വാല്യൂ 6 ആണ്, R-ന്റെ വാല്യൂ 2 ആണ്. 6 × 2⁹9. 2⁹9 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ആൻസർ മൊത്തം ഗുണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്റർ ഇട്ടിടാൻ ഗുണിച്ചോ, ആൻസർ എന്ത് കിട്ടും? 3072 എന്ന് കിട്ടും. 2⁹9 എന്ന് പറഞ്ഞാൽ 512 ആണ്. 512നെ 6 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ആൻസർ ആണ് കൊടുത്തിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? റെഡി. നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് എ GP ഈസ് 39/10 ആൻഡ് ദെയർ പ്രൊഡക്റ്റ് ഈസ് 1. ഫൈൻഡ് ദ ടേംസ്. മക്കളെ, ക്വസ്റ്റ്യൻ ശരിക്കും മനസ്സിലാക്കി വെച്ചോ. കുറച്ചധികം ചെയ്യാനുണ്ട്, പക്ഷെ പരിപാടി അത്ര വലിയ സംഭവം ഒന്നല്ല. നിങ്ങൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ 3 ടേംസിനെയും എങ്ങനെ എടുക്കാനാ പറഞ്ഞിട്ടുള്ളത്? ഇത് ഇങ്ങനെ എടുക്കാനാ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ എടുക്കാനാ പറഞ്ഞിട്ടുള്ളത്? ഈ രൂപത്തിൽ എടുക്കാനാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. നോക്കിയടാ, ഇവിടെ നോക്കിയേ. ഇങ്ങനെ എടുക്കാനാണ് 3 ടേംസ് എടുക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. സാധാരണഗതിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് എങ്ങനെയാണ്? ഫസ്റ്റ് ടേം A ആണ്. രണ്ടാമത്തെ ടേം എന്ന് പറഞ്ഞാൽ AR⁻n-1. അപ്പൊ AR എന്ന് വരും. തേർഡ് ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും? AR⁻2 എന്നായിരിക്കും. ഇങ്ങനെയാണല്ലോ. ഇങ്ങനെ ഇത് എടുക്കാൻ നിൽക്കരുത്. അങ്ങനെ എടുത്താലുള്ള പ്രശ്നം എന്താ? ഉത്തരം കിട്ടൂല. വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ എങ്ങനെ എടുക്കണം? A/R, AAR. ഇങ്ങനെ തന്നെ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എടുക്കണം. എന്താ ചോദ്യത്തിന്റെ പ്രത്യേകത? 3 ടേമിന്റെ സമ്മ് തന്നിട്ടുണ്ടാവും, അതിന്റെ പ്രൊഡക്റ്റും തന്നിട്ടുണ്ടാവും. ഇതേപോലെ വേറൊരു ചോദ്യം കൂടി ഉണ്ട്. അവിടെ സമ്മ് 39/10
പകരം 13/10 അങ്ങനെ എന്തോ ആണ് ആൻസർ വരുന്നത്. പ്രൊഡക്റ്റ് വരുന്നത് -1 ആണ്. നിങ്ങളുടെ NCERT ഉണ്ട് ഈ ചോദ്യം, ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഇട്ടോന്നല്ല. NCERT ചോദ്യം അതുപോലെ അങ്ങോട്ട് എടുത്ത് ഛർദ്ദിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പരീക്ഷൻ്റെ പ്രധാന രീതി എന്ന് പറയുന്നത്. +2കാരുടെ മാത്സിൻ്റെ പരീക്ഷയ്ക്കൊക്കെ അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഞാനിവിടെ നുള്ളി പൊറുക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. എൻ്റെ കയ്യിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ അല്ല, പ്രീവിയസ് ഇയറിലും NCERT ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മളെല്ലാം ചെയ്യാൻ പോകുന്നത്. എന്നാൽ ഇവിടെ നോക്കിക്കോ, 3 ടേം നമ്മൾ അങ്ങനെ എടുത്തു. നമ്മോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? പ്രൊഡക്റ്റ് 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടെ നമ്മൾ അങ്ങോട്ട് ഗുണിച്ചു കൊടുത്തു. A/6 A എല്ലാം മൾട്ടിപ്ലൈ ചെയ്തു. താഴെ ഒരു 6 മുകളിൽ ഒരു 6 ഉണ്ട്. സുഖസുന്ദരമായിട്ട് വെട്ടി അങ്ങോട്ട് കൊന്നു നമ്മൾ. ബാക്കി എന്താ ഉള്ളത്? A × A അത് A³ അല്ലേ? A³ വാല്യൂ 1 ആണെങ്കിൽ A എന്ന് പറയുന്നത് എന്തായിരിക്കും? √1. √1 1ന് ക്യൂബ് ഇട്ടാൽ എന്ത്, ക്യൂബ് റൂട്ട് ഇട്ടാൽ എന്ത്, എല്ലാം 1 തന്നെയാണ്. അപ്പോൾ ആൻസർ എന്ത് കിട്ടി? 1 ആൻസർ കിട്ടി. എന്നാൽ ഇവിടെ നോക്കിയാടാ, നമുക്ക് സമ്മും കൂടെ തന്നിട്ടുണ്ട്. സമ്മ് 39/10 ആണ് തന്നിട്ടുണ്ടല്ലോ. നേരെ നമ്മൾ എടുത്തു. ഇനി ഏനെ ചുമന്നുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല, അതിന്റെ വാല്യൂ ഇട്ട് കൊടുക്കാം. 1/6 1 6 എല്ലാം കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ 39/10 കിട്ടും. മക്കളെ, ഈ താഴെ കിടക്കുന്ന 6 എങ്ങനെയാണെങ്കിലും ഡിനോമിനേറ്ററിൽ ഏതെങ്കിലുമൊക്കെ ലെറ്റർ കടന്നിട്ടുണ്ടെങ്കിൽ അതൊരു തലവേദന തന്നെയാണ്. ഇവിടെയും പിന്നെ എവിടെയും കോംപ്ലക്സ് നമ്പറിലും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മുകളിൽ മൊത്തത്തിൽ ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു? 6 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു. ആരെ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തത്? 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു. 6 കൊണ്ട്. അങ്ങനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത സമയത്ത് ഇവിടെ എന്ത് വന്നു? 6/6. അത് രണ്ടും കൂടെ വെട്ടിപ്പോവല്ലോ. പിന്നെന്താ? 1 × 6 6 തന്നെ. 6 × 6 എന്താ? R². ഈക്വൽ ടു, ഈ സൈഡിൽ മാത്രം ഗുണിക്കാൻ പറ്റില്ല, ഗുണിക്കുമ്പോൾ അപ്പുറത്തും ഗുണിച്ചു കൊടുക്കണം. അങ്ങനെ നമുക്ക് അപ്പുറത്ത് എന്ത് കിട്ടി? 39/6 എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? ഇനി ബാക്കി പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്, അതെല്ലാം കൂടെ ഗുണിച്ച് നമുക്ക് കിട്ടിയ ആൻസർ ആണ് ഇവിടെ എഴുതി കൊടുത്തിട്ടുള്ളത്. ഇനി എന്താ ചെയ്തത്? ഈ 10നെ നേരെ ഇങ്ങോട്ടാണ് പറഞ്ഞയച്ചു. ഇങ്ങോട്ട് പറഞ്ഞയച്ചാൽ എന്താ? ഈ 10ന് എല്ലാവർക്കും ബാധകമാണല്ലോ. അപ്പോൾ നമ്മളിവിടെ ബ്രാക്കറ്റ് ഇട്ടുകൊണ്ട് 10 പുറത്ത് എഴുതി കൊടുത്തു. ബ്രാക്കറ്റ് ഇട്ട് എഴുതിയാണ്ട് അവിടെ നിർത്തിയാൽ പോരാ, ബ്രാക്കറ്റ് പൊട്ടിക്കണം. പൊട്ടിക്കുന്ന സമയത്ത് 10 × 1 ചെയ്തു, 10 × R ചെയ്തു, 10 × R² ചെയ്തു. അങ്ങനെ നമുക്ക് 10 + 10R + 10R² = 39R എന്ന് കിട്ടി. ആ 39Rനെ ഇങ്ങോട്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സുപരിചിതനായിട്ടുള്ള ഒരാളെ കാണാനായിട്ട് കഴിയും. ആരാടാ അത്? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയും. 10ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടില്ലായിരുന്നോ? ആ സാധനം തന്നെ. അപ്പോൾ 10R² + 10R - 39R + 10 ഇങ്ങനെ എഴുതി കൊടുത്തൂടെ? അപ്പോൾ 10R നിന്നും -39R കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് -29R എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് ഇവിടെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഇയാളുമായിട്ട് നമ്മൾ അടുത്ത സ്ലൈഡിലേക്ക് പോവാണ്. അതാണ് ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഇനി ഇയാളെ സോൾവ് ചെയ്യണം. ഓർമ്മയുണ്ടല്ലോ അല്ലേ ഇയാളെ? -b ± √(b² - 4ac/2a) പഠിച്ചിട്ടില്ലായിരുന്നു 10ാം ക്ലാസ്സിന്? അതിലങ്ങോട്ട് ഇട്ട് കൊടുക്കുക, വേറെ അർത്ഥാനൊന്നുമില്ല. നേരെ ഇട്ട് കൊടുത്തു. നമ്മൾ വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ വാല്യൂസ് ഇട്ട് കൊടുത്തു. മൈനസ് എങ്ങനെയാണ് 2 മൈനസ് വന്നത്? ഓൾറെഡി ബിക്ക് ഒരു മൈനസ് ഉണ്ട്, ആ മൈനസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ -29 എന്ന് പറഞ്ഞിട്ടാണ്. ഇയാളാണ് എ എന്ന് പറയുന്നത്, ഇയാളാണ് ബി എന്ന് പറയുന്നത്, ഇയാളാണ് സി എന്ന് പറയുന്നത്. വെറുതെ നമ്പർ മാത്രം എടുത്താൽ പോരാ. നമ്പറിന്റെ തൊട്ട് ബാക്കിൽ കിടക്കുന്ന ആൾ, അതിന്റെ മുട്ടിൽ കിടക്കുന്ന സിമ്പിൾ ഉണ്ടല്ലോ, അത് ഓന്റെ സ്വന്തമാണ്. അപ്പോൾ 29 എടുത്ത് പോയിട്ട് കാര്യമില്ല, 29ന്റെ ബാക്കിൽ കിടക്കുന്ന സിമ്പിളിനെയും കൂടെ കൂട്ടിയിട്ട് വേണം കൊണ്ടുപോകാൻ. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? -29 എന്നാണ് ഇവിടെ കിട്ടിയത്. അപ്പോൾ ബിന്റെ മൈനസ് പിന്നെ 29ന്റെ മൈനസ്, അങ്ങനെ 2 മൈനസ് ഒരുമിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് പ്ലസ് ആയിട്ട് മാറും. അതാണ് ഇവിടെ സിമ്പിൾ ഇല്ലാത്തത്. പിന്നെ -29ന്റെ സ്ക്വയർ എടുത്തു 841. പിന്നെ 4ac ആണ്, 4 × 10 × 10. അങ്ങനെ കുറച്ച് നമുക്ക് എന്ത് കിട്ടി? 29 ± 441/20 എന്ന് കിട്ടി. 441ന്റെ റൂട്ട് എടുത്തു 21. ഇതുവരെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. നിങ്ങൾ ഓൾറെഡി ഇതിൽ മാസ്റ്റേഴ്സ് ആണ് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞിട്ട് പോകുന്നത്. ഇനി എന്ത് ചെയ്യണം? പ്ലസിനെ വേറെ മൈനസിനെ വേറെ ആക്കിയിട്ട് എഴുതി കൊടുക്കണം. ഇയാൾ ഇവിടെ ഒരു പ്രശ്നക്കാരനായിട്ട് ഇരിക്കേണ്ടതല്ലേ? എന്നാൽ ഇവിടെ നോക്കിയേ, 29 + 21/20. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? 50/20. 2 0 അങ്ങോട്ട് വെട്ടിക്കളഞ്ഞു. നമുക്ക് എന്ത് കിട്ടി? 5/2 എന്ന ആൻസർ കിട്ടിയിട്ടുണ്ട്. അതേപോലെ മൈനസ് ചെയ്തു. 29നെ 21 മൈനസ് ചെയ്തു. അങ്ങനെ നമുക്ക് 8/20 എന്ന് കിട്ടി. 2ഉം 4ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 4 കൊണ്ട് വെട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൽ എത്ര 4 ഉണ്ടോ? 2 ഉണ്ട്. ഇവിടെ എത്ര ഉണ്ട്? 5 ഉണ്ട്. അങ്ങനെ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 2/5 എന്ന ആൻസർ കിട്ടിയിട്ടുണ്ട്. എന്ത് കിട്ടിയിട്ടുണ്ടാ? 2/5. ഇനി ഇവിടെ നോക്കിയാടാ, ഒന്നെങ്കിൽ R-ന്റെ വാല്യൂ 5/2 അല്ലെങ്കിൽ R-ന്റെ വാല്യൂ 2/5. നമ്മുടെ ചോദ്യത്തിൽ എന്താ ചോദിച്ചിരുന്നത്? നമ്മോട് R-ന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണോ ചോദിച്ചത്? ഫൈൻഡ് ദ ടേംസ് എന്ന് പറഞ്ഞത്. ടേംസ് കണ്ടുപിടിക്കാനാ. എന്നാൽ ഇവിടെ നോക്കിയാടാ, നമുക്ക് എ അറിയാം, ആറും അറിയാം. അങ്ങനെയാണെങ്കിൽ ടേംസ് കണ്ടുപിടിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. പക്ഷെ പ്രശ്നം എന്താണ്? ആറിന് 2 വാല്യൂസ് ഉണ്ട്. അപ്പൊ 2 രൂപത്തിലുള്ളത് എഴുതി കൊടുക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എന്തെടുത്തു? R-ന്റെ വാല്യൂ 5/2 ആണെങ്കിൽ എന്നെടുത്തു. നമ്മളുടെ ടേംസ് നമ്മൾ എങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത്? ടേംസ് നമ്മൾ എങ്ങനെ എടുക്കണം എന്നാ പറഞ്ഞത്? A/6 A ഇങ്ങനെ എടുക്കാണെന്നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ ടേംസ് എങ്ങനെ വരിക? 1/6 1 6 അങ്ങനെയാണല്ലോ വരിക. സോ നമ്മൾ നേരെ ആ ഇക്വേഷനിലാണ് ഇട്ട് കൊടുത്തു. A/6 A എന്ന് പറയുന്നത് 1 ആണ്. സോ 1/6ന്റെ വാല്യൂ കൊടുത്തു. പിന്നെന്താ പറഞ്ഞത്? A/6 A/6 A ഇങ്ങനെയാണല്ലോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ എ ഇവിടെ ഇട്ട് കൊടുത്തു. ഇങ്ങനെയായിരുന്നു നമ്മളെ ടേംസ് ഉണ്ടായിരുന്നത്. A/6 A ഓക്കെ ആണല്ലോ. എന്റെ വാല്യൂ 1 ആണ്, അത് അതുപോലെ ഇട്ട് കൊടുത്തു. പിന്നെ AR എന്നുള്ളത് 1 × 5/2 എന്ന് നമ്മൾ കൊടുത്തു.
ക്ലിയർ ആണല്ലോ. ഇതിപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യാന്നുള്ളത് കൺഫ്യൂഷൻ ഉള്ളവരുണ്ടെങ്കിൽ ഒന്നിവിടെ നോക്കിക്കോ. 1/5/2 ആണ് ആ സാധനം. സാധാരണ ഫ്രാക്ഷന്റെ ഡിവിഷൻ വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട പരിപാടി ഇതാണ്. ഡിവിഷൻ മാറ്റിയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ആക്കുക, നേരെ തല തിരിച്ചിട്ട് കൊടുക്കുക. അപ്പൊ ആൻസർ എന്താ കിട്ടുക? 5/2 എന്ന് ആൻസർ കിട്ടൂലേ? അതാണ് നമ്മൾ എന്ത് ചെയ്തത്, സോറി 2/5 എന്ന് നമുക്ക് ആൻസർ കിട്ടും. നമ്മൾ നേരെ 2/5 1 ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. സോ അതുപോലെ തന്നെ ഇട്ട് കൊടുത്തു 5/2. ഇനി അങ്ങനെയാണെങ്കിൽ ആറിന്റെ വാല്യൂ 2/5 ആണെങ്കിലോ, ആണെങ്കിൽ എന്താ പരിപാടി? 1/2/5 വരും. അപ്പൊ അത് നേരെ തിരിഞ്ഞിട്ട് എന്തായിട്ട് മാറും? 5/2 ആയിട്ട് മാറും. നടുവിൽ 1 ഉണ്ടാവും, പിന്നെ അപ്പുറത്ത് എന്ത് വരും? 2/5 എന്ന് വരും. മക്കളെ പ്രത്യേകം ഓർമ്മിപ്പിക്കാനുള്ളത്, ഈ ക്വസ്റ്റിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ ഈ വാല്യൂ വെച്ചിട്ട് തന്നെ വരുള്ളൂ. ഇനി അതേപോലെ മറ്റൊരു വാല്യൂ കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞു, 13/12 അതുപോലെ പ്രൊഡക്റ്റ് -1 വരുന്ന രൂപത്തിലും ക്വസ്റ്റ്യൻ വരാറുണ്ട്. നിങ്ങളുടെ NCERT തന്നെ ഉണ്ട്, നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കിക്കൊണ്ടു. ഓക്കെ ആണല്ലോ മക്കളെ? ഇതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആണ് പിടിച്ചിട്ടുള്ളത്. എന്നാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഇൻസേർട്ട് 3 നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 256. മക്കളെ പഠിച്ചു വെച്ചോ, പരീക്ഷയ്ക്ക് മിക്കവാറും ഈ ചോദ്യം വരും. പിന്നെ ആ നേരത്തെ നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് അങ്ങേര് പറഞ്ഞിനല്ലോ, ബുദ്ധിമുട്ടായി പോയല്ലോ, ഒന്ന് പഠിച്ചിനെ കിട്ടിയല്ലോ എന്ന് ആലോചിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. എന്ന് അവിടെ നോക്കിക്കോ. എത്ര ടേംസ് ആണ് ഇൻസേർട്ട് ചെയ്യാൻ പറഞ്ഞത്? 3 നമ്പേഴ്സ് ഇവിടെ കൊണ്ടേ പണ്ടാറക്കണം എന്ന് പറഞ്ഞത്. ഈ 2 നമ്പറിന്റെ ഇടയിൽ കൊണ്ടിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇവിടെ നോക്കിയാടാ, 3 നമ്പേഴ്സ് കൊണ്ടിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇയാൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ ടേം ആണല്ലോ, ഇത് രണ്ടാമത്തെ ടേം ആവുമല്ലോ, ഇയാൾ മൂന്നാമത്തെ ടേം ആവുമല്ലോ, ഇയാൾ നാലാമത്തെ ടേമും ഇയാൾ എത്രാമത്തെ ടേം ആയിരിക്കും? 5ാമത്തെ ടേം. ഇത് എത്രാമത്തെ ടേമാ? 5ാമത്തെ ടേം. 5ാമത്തെ ടേം കാണാനുള്ള ഇക്വേഷൻ എന്താണോ എന്ന് പറഞ്ഞേ? AR⁴ ആണ്. അപ്പൊ ഒന്നാമത്തെ ടേം A1 A എന്ന് പറയുന്നത് 1 ആണെന്നല്ലേ നമുക്ക് അറിയാം, കാരണം ഇവിടെ തന്നെ കിടക്കുന്നുണ്ട്. A5 AR⁴ എന്ന് പറയുന്നത് എത്രയാടാ? 256 ആണ്. ഓക്കെ ആണല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഈ 2 ഇക്വേഷൻ ഉണ്ടല്ലോ, രണ്ടാമത്തെ ഇക്വേഷൻ ഒന്നാമത്തെ ഇക്വേഷൻ കൂടെ ഡിവൈഡ് ചെയ്തു. ഏത്? AR⁴ഉം Aയും കൂടെ അങ്ങോട്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ Aയും കട്ട് ചെയ്തു പോകും, Aയും കട്ട് ചെയ്തു. അങ്ങനെ നമുക്ക് എന്ത് മാത്രം കിട്ടി? R⁴ മാത്രം കിട്ടി. R⁴ 256 ആണെങ്കിൽ ഈ 4 അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ 4√256 എന്ന് വരും. ഈ 256നെ 4 റൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്? 256 ⁴ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഇട്ടാണ്ട് എഴുതി കൊടുക്കുക. മാറിപ്പോവരുതേ. ഇതിന് ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ആ പുറത്തുള്ള ആൾക്ക് ബ്രാക്കറ്റ് ഇടൽ നിർബന്ധമാണ്. അങ്ങനെ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 4 എന്ന് കിട്ടി. അതായത് 4/4 ആണ് എന്തെന്ന് പറയുന്നത്? 256. അപ്പൊ ആറിന്റെ വാല്യൂ കിട്ടിയാലോ? ഇനി എന്താ സംശയം? ഈ ഇടയിലുള്ള വാല്യൂസ് കണ്ടുപിടിച്ചാൽ പോരെ? എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ടൈം 1 ആണ്, അതിന് നമ്മളുടെ കോമൺ റേഷ്യോ ആയിട്ടുള്ള 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 4 കിട്ടി. അതിന് വീണ്ടും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അങ്ങനെ നമുക്ക് 16 കിട്ടി. 16ന് വീണ്ടും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അങ്ങനെ നമുക്ക് 64 കിട്ടി. 64നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 256 കിട്ടും. ക്ലിയർ ആണെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ചെയ്തു നോക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? ഫൈൻഡ് ദ 20th ടേം ഓഫ് ദ സീക്വൻസ് 5/2 5/4 5/8. 20th ടേമാ പറഞ്ഞേ. കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? മനസ്സിൽ പറഞ്ഞേ. AR⁴ ആണ് ഇക്വേഷൻ. കണ്ടുപിടിക്കണമെങ്കിൽ ആരെ വേണം? R-നെ വേണം. സോ R-നെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? സെക്കൻഡ് ടേമിനെ ഫസ്റ്റ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സെക്കൻഡ് ടേമിനെ ഫസ്റ്റ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്യുന്ന പരിപാടിയാണ്. നേരെ എങ്ങനെ ഇട്ട് കൊടുത്തു? ഇത് നേരെ തിരിച്ചിട്ട് മൾട്ടിപ്ലിക്കേഷൻ ആക്കി വെട്ടാൻ പറ്റുന്നിടത്തോളാണ്ട് വെട്ടിക്കളഞ്ഞു. 5ഉം വെട്ടി. ഇവിടെ 4ഉം 2ഉം വെട്ടിയിട്ട് ഇവിടെ റിമൈൻഡർ എന്ത് വന്നു? 2 വന്നു. കാരണം 4ൽ 2 ഉണ്ട്, 2ൽ എത്ര ഉള്ളത്? 1 ആണുള്ളത്. 1 പിന്നെ അവിടെ ഇട്ട് കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. സോ ആൻസർ എന്ത് കിട്ടി? 1/2 എന്ന് കിട്ടി. ഇനി A20 ആണ് കാണേണ്ടത്. സോ AR⁴ ആണെന്നുള്ള അറിയാലോ. നേരെ നമ്മൾ ഇട്ട് കൊടുത്തു. A എന്ന് പറയുന്നത് എന്താടാ? 5/2 ആണ്. ഇൻറ്റു 1/2 ⁴ 1/2 ⁴ കണ്ടെത്തണം. അതിന്റെ മുമ്പ് മക്കളെ, ഇങ്ങനെ ഫ്രാക്ഷന് പവർ വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട പരിപാടി ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും പവർ എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ന്യൂമറേറ്ററിന് പവർ എടുത്തിട്ടുണ്ടെങ്കിൽ 1/19 എന്ന് വരും. നമ്മൾ നേരത്തെ പറഞ്ഞു 1ന് റൂട്ട് എടുത്തിട്ടും കാര്യമില്ല, പവർ ഇനി എത്ര കൊണ്ടേ പണ്ടാറടക്കിയിട്ടും കാര്യമില്ല, ആൻസർ എന്താ കിട്ടുക? 1 ആണ് കിട്ടുക എന്നുള്ളത് പറഞ്ഞു. 1ന് പവർ ഇനി എന്ത് കൊടുത്താലും ആൻസർ എന്ത് തന്നെ കിട്ടും? 1 തന്നെ കിട്ടും. സോ 5 × 1 5 എന്ന് കിട്ടും. 2 × 2/19 2/19 എന്ന് പറഞ്ഞാൽ എന്താ? 2 × 2 × 2 × 2 × 2 അങ്ങനെ എത്ര ഉണ്ട്? 19 ഉണ്ട്. അതിന്റെ പുറമെ ഒരാളും കൂടി വന്നു. അപ്പൊ എത്രണ്ണായി? 21 ആയി. സോ 2/20. ഇങ്ങനെ നിങ്ങൾ ആൻസർ എഴുതി വെച്ചാൽ മതി. 2/20 ഒന്നും കണ്ടുപിടിക്കാൻ നിൽക്കണ്ട, അത് കുറെ വലിയൊരു നമ്പർ ഉണ്ടാവും. ഇത്ര എഴുതി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് അവിടെ കിട്ടും ഈ ക്വസ്റ്റ്യനുള്ള. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ദ സം ഓഫ് n ടേംസ് ഓഫ് ദ സീക്വൻസ് 777 777. പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരുന്നതിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ പ്രാവശ്യം കണ്ടിട്ടില്ല. അപ്പൊ ഈ പ്രാവശ്യം ചിലപ്പോൾ ഒന്നുകൂടായിക്കില്ല. അതുകൊണ്ട് മര്യാദക്ക് നോക്കിക്കോ. ഈ 777 പകരം എന്തൊക്കെ വരാം? 2 ഉള്ളത് വരാം, 3 ഉള്ളത് വരാം, 4 ഉള്ളത് 5 6 7 8 ഇത്രയും നമ്പേഴ്സ് ആർക്ക് പകരം വരാം? 7ന് പകരം വരാം. അതായത് 8 ആണ് വരുന്നതെന്നുണ്ടെങ്കിലോ 8 + 88 + 888. അപ്പൊ അതെങ്ങനെ ചെയ്യാം? ഇതാദ്യം ചെയ്യണത് പഠിച്ചോ, എന്നാ അതും പഠിക്കാം. നോക്കിക്കോ. 7 + 77 + 777 + എക്സെട്ര അങ്ങനെ പോവാണ്. അവിടെ മക്കളെ ഇവിടെ പ്രശ്നം എന്താന്ന് ചോദിച്ചാല് നമ്മൾ പഠിക്കുന്നത് GP-നെ പറ്റിയിട്ടാണ്. ഈ ചങ്ങായി ഒരു GP ആണോ? ഇവിടെ നോക്കിയേ. 77 / 7 എന്ന് പറഞ്ഞാൽ നമുക്ക് 11 ആണ് ആൻസർ കിട്ടുക.
777 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 777 എന്തായാലും എന്തുണ്ടാവും? 10 ഉണ്ടാവും. പിന്നെ റിമൈൻഡർ എന്താ ഉണ്ടാവുക? 7. 7 എന്തായാലും ഒന്നും പോകില്ല എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അപ്പൊ 10 പോയിന്റ് സംതിങ് ആണ് കിട്ടുക. ദാറ്റ് മീൻസ് ഇവിടെ കോമൺ റേഷ്യോ സെയിം ആണോ? അല്ല. കോമൺ റേഷ്യോ സെയിം അല്ലാത്തത് കൊണ്ട് തന്നെ ഇയാളെ നമുക്ക് ഒരു GP ആണെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല, ഇല്ലല്ലോ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇയാൾ ഒരു ജീപ്പിന്റെ കോലത്ത് ആക്കി എടുക്കണം. അതെങ്ങനെയാണ് എടുക്കുന്നത് എന്ന് ശരിക്കും നോക്കിക്കോ. നമ്മള് ഇവിടെ എല്ലാത്തിലും 7 കോമൺ ആണല്ലോ. ആ 7നെ അങ്ങോട്ട് പുറത്തെടുത്തു. ആരെ പുറത്തെടുത്തോടാ? 7നെ. 7ൽ നിന്ന് 7 പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ബാക്കി 1 ഉണ്ടാവുക. 77 7 പോയാൽ പിന്നെ 11 ഉണ്ടാവും. 777 പോന്നിട്ടുണ്ടെങ്കിൽ അവിടെ 111 ഉണ്ടാവും. ഇതാർക്കും കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. ഇനി നമ്മൾ ചെയ്യുന്ന പരിപാടി ഇതിനെല്ലാത്തിനും 9 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തു. 1ന് 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 9 കിട്ടും. 11ന് 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 99 കിട്ടും. 111 മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 999 കിട്ടും. നമ്മളുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാനൊന്നും പറ്റില്ല. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇയാൾക്ക് തട്ടുകേട് ഇല്ലാണ്ട് സൂക്ഷിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ താഴെ എന്ത് കയറ്റി? ഒരു ഡിവൈഡഡ് ബൈ 9 കൂടെ കയറ്റി കൊടുത്തു. എന്താ അതിൻ്റെ ഉദ്ദേശം? നമ്മൾ നേരത്തെ ഇവിടുന്ന് 7 ഇങ്ങോട്ട് പുറത്തെടുത്തതുപോലെ ഇവിടുന്ന് 9 ഇങ്ങോട്ട് പുറത്തെടുത്തൂടെ? അങ്ങനെ പുറത്തെടുത്താൽ ആ 9ഉം ഈ 9ഉം ക്യാൻസൽ ആയി പോകൂലേ? അപ്പോൾ പഴയ നമ്പർ തന്നെ കിട്ടുമല്ലോ. അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഈ പണി ചെയ്തത്. അതുകൊണ്ട് അതിന് നിൽക്കും വേണ്ട. ഞാൻ പറഞ്ഞു തന്നതാണ് ഇങ്ങനെ താഴെ 9 കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത്. പഴയ രൂപത്തിൽ തന്നെ ആവാൻ വേണ്ടിയിട്ട്. അതായത് ഈ വാല്യൂം സെയിം തന്നെയാണെന്നുള്ളത് പ്രൂവ് ചെയ്തെന്നാണ്. എന്നാൽ ഇവിടെ നോക്കിക്കോ. ഈ 9നെ നമ്മൾ എന്താക്കിയിട്ട് മാറ്റി എഴുതി? 10 - 1 എന്ന് എഴുതി കൊടുത്തു. കുഴപ്പമില്ലല്ലോ അല്ലേ? 99 100 - 1 എന്ന് എഴുതി കൂടെ? 999 നമ്മൾ 1000 - 1 എന്ന് എഴുതി കൂടെ? അങ്ങനെ പോകും. ഇവിടെ ഒരു കുത്തിടാൻ മറന്നിട്ടുണ്ടേ. അങ്ങനെ പോകും. റെഡിയാണല്ലോ മക്കളെ? ഇനി ഇവിടെ നോക്കിയടാ. ഇവിടെ ഒരു -1 ഉണ്ട്, ഇവിടെ ഒരു -1 ഉണ്ട്, ഇവിടെ ഒരു -1 ഉണ്ട്. അപ്പൊ ഇതിൽ ടോട്ടൽ n ടേംസ് ഉണ്ടെങ്കിൽ എത്ര -1 ഉണ്ടാവും? പോട്ടെ 10 ടേംസ് ഉണ്ടെങ്കിൽ എത്ര -1 ഉണ്ടാവും? 1 2 3 അങ്ങനെ 10 ഉണ്ടെങ്കിൽ 10 -1 ഉണ്ടാവുമല്ലോ, ഇല്ലേ? 20 ഉണ്ടെങ്കിലോ 20 -1 ഉണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ 100 ഉണ്ടെങ്കിലോ 100 -1 ഉണ്ടാവും. n ടേംസ് ഉണ്ടെങ്കിൽ എത്ര -1 ഉണ്ടാവുക? n - 1 അല്ലേ ഉണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ 10ഉം 100ഉം 1000 ഒക്കെ ഒരുമിച്ച് കൂട്ടി 10 + 100 + 1000 എന്ന് പറഞ്ഞു. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ആരെ മൈനസ് ചെയ്ത് കൊടുത്തു? n കൊണ്ട് അങ്ങോട്ട് മൈനസ് ചെയ്ത് കൊടുത്തു. ഇവിടെ നോക്കിയടാ. ഇയാളുടെ പ്രത്യേകത എന്താ? 10 100 1000. അയാളൊരു GP അല്ലേ? ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ അല്ലേ? യെസ്. അയാളുടെ ഫസ്റ്റ് ടൈം എത്രയാ? 10 ആണ്. കോമൺ റേഷ്യോ എത്രയാ? അതും 10 ആണ്. അപ്പൊ ഇനി നമ്മൾ നേരെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എടുത്താൽ മതി. 1നേക്കാൾ വലുതല്ലേ കോമൺ റേഷ്യോ? അപ്പൊ എന്തായിരിക്കും ഇക്വേഷൻ? a × r⁻n - 1 / r - 1 നേരെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു. ഇവിടെ പുറത്തുണ്ടായിരുന്ന 7/9 അതുപോലെ അങ്ങോട്ട് എഴുതി കൊടുത്തു. എന്നിട്ട് ഈ GPന്റെ സമ്മാണ് നമ്മൾ കാണേണ്ടത്. അതിന് പകരം നമ്മൾ എന്തിട്ട് കൊടുത്തു? a × r⁻n - 1 / r - 1 എന്ന് എഴുതി കൊടുത്തു. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന -n അതുപോലെ അങ്ങോട്ട് എഴുതി കൊടുത്തു. അപ്പൊ ഇത്രയും ആളുകൾ നമ്മളുടെ പഴയ ആളുകളാണ്. നമ്മൾ പഴയ ആളുകളാണ്. അപ്പൊ ഇയാൾ എന്തിനു വേണ്ടിയിട്ട് കയറ്റിയിട്ടുള്ളത്? 10 + 100 + 1000 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ a എന്ന് പറയുന്നത് 10 ആണ്, r എന്ന് പറയുന്നത് 10 ആണ്, -1 അതുപോലെ കൊടുത്തു. 10 r എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ വാല്യൂസ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അത്രേ ചെയ്തിട്ടുള്ളൂ. ഇനി ഇവിടെ ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്ത് മാത്രമേ ഉള്ളൂ? 10നെ 1 കൊണ്ട് മൈനസ് ചെയ്യുക. 10 എന്ന് 1 മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? 9 കിട്ടും. ഇതന്നെയാണ് ആൻസർ. വലിയ സംഭവം ഒന്നും ആക്കണ്ട. അപ്പൊ ഇനി അടുത്ത ഡൗട്ട്. 7ന് പകരം അവിടെ 8 വന്നാൽ എന്ത് ചെയ്യും? 9 വന്നാൽ എന്ത് ചെയ്യും? 9 വരില്ല, സോറി, 2 വന്നാൽ എന്ത് ചെയ്യും? മക്കളെ, ഈ 7 വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്തിനെ പുറത്തേക്ക് എടുത്ത്? 7നെയാണ് പുറത്തേക്ക് എടുത്ത്. 8 ആണ് വന്നതെങ്കിൽ നിങ്ങളെ ആരെ പുറത്തേക്ക് എടുക്കുക? 8നെ പുറത്തേക്ക് എടുക്കും. 5 ആണ് വന്നതെങ്കിൽ ആരെ പുറത്തേക്ക് എടുക്കും? 5നെ പുറത്തേക്ക് എടുക്കും. ബാക്കിയുള്ള സ്റ്റെപ്പിൽ വല്ല മാറ്റം ഉണ്ടാവുമോ? ഉണ്ടാവില്ലല്ലോ. കാരണം എല്ലാം പുറത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളിൽ 1 മാത്രമല്ലേ. പിന്നെ അതിനെ 9 ആക്കണം. 9 ആക്കി 10 - 100 മൈനസ് ആക്കി കൊടുക്കണം. പിന്നെ ഈ പരിപാടിയൊക്കെ സെയിമാണ്. അപ്പൊ ഈ ഒരൊറ്റ ചോദ്യം പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വരാൻ ചാൻസ് ഉള്ള 7-8 ചോദ്യങ്ങളുടെ ഉത്തരം ദിമം തന്നെ കിട്ടും. പരിപാടി ഇത്രയേ ഉള്ളൂ. ഇതിൽ എന്താണോ വന്നിട്ടുള്ളത് അയാളെയാണ് നമ്മൾ ആദ്യം പുറത്തെടുക്കുക. അപ്പോൾ 88 എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റൻ ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും വരിക? 7/9 എന്നുള്ളതിന് പകരം അവിടെ എന്ത് വരും? 8/9 നേക്കാരം ലാസ്റ്റ് ഫൈനൽ ആൻസറിൽ. ബാക്കിയൊക്കെ സെയിം ആയിരിക്കും. ഓക്കെ ആണല്ലോ. നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? വിച്ച് ടേം ഓഫ് ദ സീക്വൻസ് 2 √ 4 ഈസ് 128? ഇതിൽ എത്രാമത്തെ ടേം ആണ് 128 എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. 128 എത്രാമത്തെ ടേം ആണെന്ന് നോക്കി നോക്കാം. നമുക്ക് എ അറിയാം, നമുക്ക് എന്താണ് 2 ആണ്. അതുപോലെ 6 നമ്മൾ കണ്ടെത്തി. രണ്ടാമത്തെ ടേമിനെ ഫസ്റ്റ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെ നമുക്ക് √2 കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നടാ? r⁻n - 1 ആണ് ഈക്വൽ ടു 128 എന്ന് എഴുതി കൊടുത്തു. നമുക്കറിയാവുന്ന വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുത്തു. എന്റെ വാല്യൂ നമുക്കറിയാം, ആറിന്റെ വാല്യൂ അറിയാം. അത് അതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇവിടെ കടന്നിരുന്ന ഏനെ എടുത്തിട്ട് നമ്മൾ അപ്പുറത്തേക്ക് പറഞ്ഞേക്കാണ്. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പം അപ്പുറത്ത് പോകുന്ന സമയത്ത് എന്തായിട്ട് മാറും? ഡിവിഷൻ ആയിട്ട് മാറും. സോ √2 n - 1 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? 64 എന്ന് നമുക്ക് കിട്ടും. ഇത് ഓക്കെ ആണല്ലോ മക്കളെ, അല്ലേ? അപ്പൊ ഇനി ഇവിടെ ഉള്ള വിഷയം, ഇത് √2ന്റെ പവർ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ ഈ 64നെ നമ്മൾ √2ന്റെ പവർ ആക്കിയിട്ട് എഴുതി കൊടുക്കണം. അതിന് മാത്രമുള്ള വിവരം നമുക്ക് ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ഈ √2ന്റെ പവർ ആക്കുന്നതിന് പകരം നമ്മൾ 2ന്റെ പവർ ആക്കി കൊടുക്കുക.
അപ്പോൾ 2ന്റെ എത്രാമത്തെ പവറാണ് 64 എന്ന് നോക്കുക. എന്ത് ചെയ്യുക? 2 4 8 16 32 64 എത്രാമത്തെ പവറാ? 6ാമത്തെ പവറാ. ഇനി കണ്ടുപിടിക്കാൻ ഇങ്ങനെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 2 × 2 × 2 × പറഞ്ഞിട്ട് കാൽക്കുലേറ്റർ ഇരുന്നിട്ട് കുത്തുക. അപ്പോൾ കുത്തിയത് എത്ര ആണെന്ന് മറന്നു പോകരുത്, അത്രേ ഉള്ളൂ. അപ്പോൾ 6 പ്രാവശ്യം 2 × 2 × 2 ചെയ്യുന്ന സമയത്ത് നമുക്ക് 64 എന്ന് കിട്ടും. അതായത് 64 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 2⁻6 ആണെന്ന് അർത്ഥം. മക്കളെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ 2 എന്ന് പറയുന്ന ആളെ നമുക്ക് √2 × √2 എന്ന് എഴുതിക്കൂടെ? അതായത് √2 സ്ക്വയർ അല്ലേ 2 എന്ന് പറയുന്നത്? നമ്മൾ ചെറിയ ക്ലാസ്സിലെല്ലാം പഠിച്ചിട്ടുണ്ടല്ലോ. സോ അതുകൊണ്ട് തന്നെ ഈ 2നെ മാറ്റിയിട്ട് അവിടെ √2 സ്ക്വയർ എന്ന് എഴുതി കൊടുത്തു. ഇങ്ങനെ സ്ക്വയർ ⁻6 വന്നിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ ഗുണിച്ചിട്ട് അങ്ങോട്ട് എഴുതി കൊടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? √2 ⁻n - 1 √2 ⁻12 എന്ന ആൻസർ കിട്ടി. ഇവിടെ നോക്കിയടാ, ഇവിടെ താഴെ √2 ആണ്, ഇവിടെ √2 ആണ്, ഇവിടെ n-1 ആണ്, ഇവിടെ 12 ആണ്. ഇവർ രണ്ടുപേരും സെയിം ആണെങ്കിൽ ഈ രണ്ടാളും സെയിം ആവണ്ടേ? ആവണ്ടേ? സോ നമ്മൾ നേരെ എന്ത് എഴുതി കൊടുത്തു? n-1 = 12 എഴുതി കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കും? 13 ആയിരിക്കും. സിമ്പിൾ അല്ലേ പരിപാടി? അല്ലേ? ഈ ഏരിയ ക്ലിയർ ആവാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടിയും ബാക്ക് അടിച്ചിട്ട് കണ്ടുപിടിച്ച് വെച്ചേക്ക്. ഇങ്ങനെ മേലക്ക് പവർ വന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? മൾട്ടിപ്ലൈ ചെയ്യാണ് വേണ്ടത്. ക്ലിയർ ആണല്ലോ? അതായത് x⁻n ⁻m എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x⁻n × m ആണ് എന്ന് പഠിച്ചു വെക്കുക. വേറൊരു പരിപാടി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിവിഷന്റെ പരിപാടികൾ. സോ നമ്മൾ നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഫൈൻഡ് ദ ജിയോമെട്രിക് മീൻ ഓഫ് 8 and 2. ജിയോമെട്രിക് മീൻ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. √AB നേരെ ഇട്ട് കൊടുത്തു. √8 × 2 ആൻസർ എത്രയാ? √16 4 ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഇഫ് x, √8, x / 2 are 3 consecutive term of a GP, then the value of x is. മക്കളെ ഇവിടെ 3 ടേം തന്നിട്ടുണ്ട്. ആ 3 ടേമും GPയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് മഹാന്മാരുടെ വാല്യൂ, എക്സിന്റെ വാല്യൂ എന്താണെന്നുള്ളതാണ് ചോദ്യം. 3 കോൺസിക്യൂട്ടീവ് ടേംസ് ഒരു GPയിൽ ഉള്ളതാണെങ്കിൽ ഈ രണ്ട് മഹാന്മാരും കുടിച്ചുകാണ്ട് അതിന്റെ റൂട്ട് എടുത്താൽ ആരെ കിട്ടും? ഇയാളെ കിട്ടണം. അതല്ലേ ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ രണ്ട് നമ്പേഴ്സ് എയും ബിയും, ഈ രണ്ട് നമ്പേഴ്സിന്റെ ജിയോമെട്രിക് മീൻ എന്ന് പറയുന്ന സാധനം എന്താണ്? √AB ആണ്. ഇതിന്റെ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? രണ്ട് ടേംസ് ആയിട്ടുള്ള എയും ബിയും എടുത്തു. ഇതിന്റെ ഇടയിൽ നമ്മൾ പുതിയതായിട്ട് ഒരാളെ കൊണ്ടുവന്നിട്ട് ഇറക്കാണ്, സി എന്ന് പറഞ്ഞിട്ട് ഒരാളെ കൊണ്ടുവന്നിട്ട് ഇറക്കി. ഈ സി എന്ന് പറയുന്ന ആള് കണ്ടുപിടിക്കാനുള്ള മാർഗം എന്താണ്? √AB ആണ്. എങ്ങനെയാണ്? ഈ സിന്റെ പ്രത്യേകത എന്താ? ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും തമ്മിലുള്ള, ഇവരുടെ രണ്ടുപേരുടെയും ഇടയിലുള്ള കോമൺ റേഷ്യോ സെയിം ആയിരിക്കും. അതായത് ACB എന്ന് പറയുന്ന ആൾ എന്തിലായിരിക്കും? ഒരു ജോമെട്രിക് പ്രോഗ്രഷനിലായിരിക്കും. അങ്ങനെയുള്ള സാധനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജോമെട്രിക് മീൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങോട്ട് നോക്കിയടാ, ഇവിടെ അപ്പൊ എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ജോമെട്രിക് മീൻ നോക്കിയാൽ മതി. അതായത് ഇവർ രണ്ടുപേരും കൂടെ ഗുണിച്ച് അതിന്റെ റൂട്ട് എടുത്താൽ നമുക്ക് ആരെ കിട്ടും? ഈ നടുത്ത ആളെ കിട്ടും. മനസ്സിലായോ? അപ്പൊ സി കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? √AB ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? ഓക്കെ, എന്നാൽ ഇവിടെ നോക്കിക്കേടാ. അപ്പൊ ഫസ്റ്റത്തെ ആളെയും ലാസ്റ്റത്തെ ആളെയും നമ്മൾ റൂട്ടിന്റെ ഉള്ളിൽ കയറ്റി വെച്ചു. x × x / 2 എന്ന് എഴുതി കൊടുത്തു. ഈക്വൽ ടു എന്താണ്? √2. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? x² / 2 = √8 എന്ന് കിട്ടും. രണ്ട് സൈഡിലും ഒരു ഈക്വൽ ടുവിന്റെ രണ്ട് സൈഡിലും ഈക്വൽ ആയിട്ട് വരുന്ന എന്തുണ്ടെങ്കിലും നമുക്ക് വെട്ടിക്കളയാൻ പറ്റും. രണ്ട് സൈഡിൽ റൂട്ട് ഉണ്ടായിരുന്നതുകൊണ്ട് രണ്ട് സൈഡത്തെ റൂട്ടാണ് ക്യാൻസൽ ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? x² / 2 = 8 എന്ന് കിട്ടി. ഈ രണ്ടിനെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞയച്ചു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? x² = 8 × 2 എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? x² = 16. അതായത് എക്സിന്റെ വാല്യൂ എത്രയാടാ? √16. ആൻസർ എത്രയാണ്? 4 ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഇത് പരീക്ഷയ്ക്ക് ഇതിന്റെ മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് മക്കളെ, വിട്ടുപോകരുതേ. അടുത്ത ചോദ്യം നോക്കാം. ഹൗ മെനി ടേംസ് ഓഫ് ദ GP 3, 3/2, 3/4 ആർ നീഡഡ് ടു ഗിവ് ദ സം 3069 / 512? അതായത് ഈ കാണുന്ന സീക്വൻസിന്റെ സം അങ്ങനെ കണ്ടുപോയപ്പോൾ എന്ത് ഉത്തരം കിട്ടി? ഈ കാണുന്ന ഉത്തരം കിട്ടി. അങ്ങനെയാണെങ്കിൽ അത് എത്ര ടേംസിന്റെ സം ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് മക്കളെ? എന്താ കണ്ടുപിടിക്കേണ്ടത്? n ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. എന്ത് കണ്ടുപിടിക്കണം? n. ഇവിടെ എത്രയാടാ? എത്രയാ? അങ്ങോട്ട് നോക്കിയാൽ 3 ആണ്. അങ്ങനെയാണെങ്കിൽ കോമൺ റേഷ്യോ ആർ എത്രയാ? സെക്കൻഡ് ടൈം ആയിട്ടുള്ള 3/2 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 1/2 എന്ന് കിട്ടി. സോ നമുക്ക് ആർ അറിയാം, എയും അറിയാം. എന്ത് കണ്ടുപിടിക്കണം? n കണ്ടുപിടിക്കണം. പിന്നെ എന്തും കൂടെ അറിയാം? സം SN നമുക്കറിയാം. സോ SN നമ്മൾ നേരെ എടുത്തു. ആർ 1/2 ആയതുകൊണ്ട് നമ്മളുടെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എങ്ങനെ വരിക? a × 1 - r/n / 1 - r എന്നുള്ള ഇക്വേഷൻ ആണ് വരിക. നമ്മൾ നേരെ ഇട്ട് കൊടുത്തു. ഈക്വൽ ടു 3069 / 512 എന്ന് കൊടുത്തു. നേരെ വാല്യൂസ് ഇട്ട് കൊടുത്തു. എന്റെ വാല്യൂ 3 കൊടുത്തു. അതുപോലെ ആറിന്റെ വാല്യൂ 1/2 ⁻n / 1/2 എന്ന് കൊടുത്തു. 1 - 1/2 എന്ന് കൊടുത്തു. 1 - 1/2 എന്ന് പറയുന്നത് 1/2 ആണ്. ഈ 1/2 നേരെ നമ്മൾ എന്ത് ചെയ്തു? അപ്പുറത്തേക്ക് പറഞ്ഞയച്ചു. അതാണ് ഇവിടെ ചെയ്തത്.
1/2 അടുത്ത പരിപാടി എന്താ? ഡിവിഷൻ അല്ലേ. ആ ഡിവിഷൻ നേരെ അങ്ങോട്ട് പോകുന്ന സമയത്ത് എന്തായിട്ട് മാറും? മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. ഓവറായിട്ട് ചിന്തിക്കാൻ നിൽക്കണ്ട. ഇത് മൊത്തത്തിൽ ആണ് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. തിരിയാനൊന്നും പോണില്ല. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? ഫ്രാക്ഷന്റെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നേരെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു, നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി ഈ കാണുന്ന 3നെയും കൂടെ അങ്ങോട്ട് പറഞ്ഞയച്ചു. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ രണ്ടുപേരെയും സുഖസുന്ദരമായിട്ട് നമുക്ക് വെട്ടിക്കളഞ്ഞൂടെ? കാരണം എന്താ? എല്ലാം 3ന്റെ മൾട്ടിപ്പിൾസ് നിരത്തി വെച്ചേക്കാണ്. 3ൽ എത്ര ഉണ്ടാവും? 1. 0 ഇല്ല 0. 6ൽ എത്ര ഉണ്ട്? 2 എണ്ണം. 9ൽ 3 എണ്ണം. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് ഇവിടെ ബാക്കി എന്താ ഉള്ളത്? 1 - 1/2 ഹോൾ റേസ്റ്റ് n. നമുക്ക് ആവശ്യമായ n ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. ഈ സാധനം ഒരു മൈനസ് ആയിട്ട് കിടക്കണോണ്ട് ഇയാൾ അങ്ങോട്ടാണ് പറഞ്ഞാൽ ഈ മൈനസ് മാറിയിട്ട് പ്ലസ് ആവുമല്ലോ. അത് കുറച്ചും കൂടെ ഒരു കൊണ്ടു നടക്കാൻ ഉപകാരമാണല്ലോ. അതുകൊണ്ട് ഇയാൾ അങ്ങോട്ടും പറഞ്ഞയച്ചു, ഇയാളെ നമ്മൾ ഇങ്ങോട്ടും കൊണ്ടുവന്നു. അപ്പൊ ഇയാൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് മൈനസ് ആവുമല്ലോ. സോ 1 - 1023 / 1024 എന്ന് വന്നു. എങ്ങനെയാണ് അങ്ങനെയുള്ള നമ്പേഴ്സ് മൈനസ് ചെയ്യല്? നമ്മൾ നേരെ ഇയാളെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പൊ എന്ത് വരും? 1 × 1024 എന്ന് വരും. അപ്പൊ എങ്ങനെയാ? 1 × 1024 മൈനസ് ഈ ചങ്ങായിനെ എഴുതി കൊടുക്കുക. ആരാ? 1023 ഡിവൈഡഡ് ബൈ താഴെയുള്ള ആൾ അതുപോലെ എഴുതി കൊടുത്തു. 1024 1 × 1024 എന്ന് പറഞ്ഞാൽ ആരെന്നെയാ? 1024 തന്നെയാണ്. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടും? എന്ത് കിട്ടൂടാ? 1024 1023 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1/1024 എന്ന് കിട്ടും. 1/1024 is equal to 1/n എന്ന് നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കിയടാ, ഇതല്ലേ സാധനം കിട്ടിയിട്ടുള്ളത്. ഇയാളെ 1024നെ നമ്മൾ എങ്ങനെ എഴുതി കൊടുത്തു? 1/2 എന്നാക്കിയിട്ട് എഴുതി കൊടുക്കാം. കാരണം ഈ 1024 എന്ന് പറയുന്നത്, എടാ ഇത് 2ന്റെ പവർ ആയിട്ടല്ലേ കിടക്കണത്, ഈ 1/2ന്റെ പവർ ആയിട്ടല്ലേ ഇയാൾ കിടക്കണത്. അപ്പൊ ഇയാളും എന്തിന്റെ പവർ ആയിട്ട് കിടക്കണം? 1/2ന്റെ പവർ ആയിട്ട് തന്നെ കിടക്കണം, എന്നാലേ പരിപാടി നടക്കുള്ളൂ. സോ ഈ 1/1024നെ നമ്മൾ എങ്ങനെ എഴുതി കൊടുത്തു? 1/2 എന്നുള്ള രൂപത്തിൽ എഴുതി കൊടുത്തു. അപ്പോൾ 1/2 is equal to 1/2 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? n-ന്റെ വാല്യൂ 10 ആണെന്ന് പറയാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേടാ മക്കളെ? നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞുള്ളത്? ദ സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഓഫ് എ GP ഈസ് 16 ആണ്. ആൻഡ് ദ സം ഓഫ് നെക്സ്റ്റ് 3 ടേംസ്, അതായത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇവരുടെ സമ്മ് തന്നിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള 3 ആളുകൾ, അതായത് 4th 5th 6th ഇവരുടെ സമ്മ് തന്നിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കിയടാ, 1 2 3 എല്ലാം കൂടെ കൂട്ടിയാൽ 16 കിട്ടും. 1 എന്ന് പറഞ്ഞാൽ A ആണ്, A2 എന്ന് പറഞ്ഞാൽ AR ആണ്, A3 എന്ന് പറഞ്ഞാൽ AR² ആണ്. എല്ലാം കൂടെ കൂട്ടിയാൽ 16 കിട്ടും. ഒന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് അവിടെ വെച്ചു. അടുത്ത ആളേതാ? നെക്സ്റ്റ് 3 ടേംസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ A4 A5 A6 കൂട്ടിയിട്ട് 128 എന്ന് എടുത്തു. A4 എന്ന് പറഞ്ഞാൽ AR⁻3 ആണ്, പിന്നെ 4 ആണ്, 5 ആണ്. എല്ലാം കൂടെ കൂട്ടിയിട്ട് 128 എന്ന് കിട്ടി. എടാ മക്കളെ, ഇതിന് എല്ലാത്തുനിന്നും ഞാൻ ആരെയാണ് പുറത്തെടുക്കുന്നത്? R³ പുറത്തെടുക്കുന്നത്. പക്ഷേ സുഖസുന്ദരമായിട്ട് ഇതിന് AR³ പുറത്തെടുക്കാമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് എടുത്തില്ല എന്നുള്ളത് നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ നമുക്ക് എന്താ കിട്ടിയിട്ടുള്ളത്? A + AR + AR² അല്ലേ? ആ സാധനം ഏതാ? അതല്ലേ ഇയാൾ എന്ന് പറയണത്? അതാണ് ഉദ്ദേശം. അതുകൊണ്ടാണ് നമ്മൾ ആരെ മാത്രം പുറത്തെടുത്തത്? R³ മാത്രം പുറത്തെടുത്തത്. കാരണം എന്താ? ഇവിടെ R³ ഉണ്ടായിരുന്നതിൽ നിന്ന് R³ പുറത്തെടുത്തു. അപ്പോൾ A മാത്രമായി. AR⁴ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ട്? 4 R ഉണ്ടായിരുന്നു. 3 എണ്ണത്തിനെടുത്ത് പുറത്തിട്ടു. അപ്പോൾ എത്ര എണ്ണം ബാക്കി ഉണ്ടാവും? ഒരു R പിന്നെ ഒരു A ആദ്യം തന്നെ ഉള്ളത്, അത് അവിടെ തന്നെ കിടക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ 2 ഇക്വേഷൻ ആക്കി വെച്ചു. ഒന്നാമത്തെ ഇക്വേഷൻ, രണ്ടാമത്തെ ഇക്വേഷൻ. ആരാടാ വലുത്? രണ്ടാമത്തെ ഇക്വേഷൻ അല്ലേ വലുത്. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ എത്രാമത്തെ ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഒന്നാമത്തെ ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ 2/1 നമ്മൾ നേരെ ഡിവൈഡ് ചെയ്തു. എന്താ ഡിവൈഡ് ചെയ്യുമ്പോൾ മെച്ചം? ഇതേപോലെ തന്നെയാണ് നമ്മൾ മുകളിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ സുഖസുന്ദരമായിട്ട് താഴെ മുകളിലും വെട്ടിയാണ് കളയാൻ പറ്റും. അപ്പോൾ ബാക്കി ആരാ ഉള്ളത്? ഒരു R³ മാത്രമുണ്ട്. R³ = 8. അങ്ങനെയാണെങ്കിൽ R = √8. ആൻസർ ഈസ് 2. ആൻസർ എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. നമ്മോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? ആൻഡ് സം ടു n ടേംസ് ഓഫ് ദ GP. അതിൽ n ടേംസിന്റെ GP കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. n ടേംസ് സം ഓഫ് n ടേംസ് കാണാൻ വേണ്ടിയിട്ടും പറഞ്ഞിട്ടുണ്ട്. അത് മാത്രം പോരാ, എന്തൊക്കെ കാണണം? അങ്ങനെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം കോമൺ റേഷ്യോ ഫസ്റ്റ് ടൈമും കാണണമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ? കോമൺ റേഷ്യോ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നമുക്കറിയാം Aയും ARഉം AR² കൂട്ടിയാൽ 16 ആണെന്നുള്ളത്. അതിൽ R-ന്റെ വാല്യൂസ് നമ്മൾ നേരെ ഇട്ട് കൊടുത്തു. A + A × 2 + A × 2² AR² അല്ലായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2A + 4A + A. അങ്ങനെ എന്ത് കിട്ടി? 7A = 16 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ A = എന്ത് വരും? 16/7 എന്ന് വരും. ഇവിടെ നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട് 16/7 എന്ന് വരും. ഇനി n ടേംസിന്റെ സമ്മ് കണ്ടുപിടിക്കണം. n ടേംസിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ അങ്ങോട്ട് നോക്കി. R 2 ആണ്. അപ്പോൾ സമ്മ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ വരിക? A × R⁻n - 1 / R-1. നേരെ എടുത്തിട്ട് വാല്യൂസ് ഇട്ട് കൊടുക്കുക. അത്രേ പണിയുള്ളൂ, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ വാല്യൂസ് ഇട്ട് കൊടുത്തു. 16/7 × 2⁻n - 1 / 2 - 1. നേരെ 2 - 1 എന്ന് പറഞ്ഞാൽ എന്താ? 1 തന്നെയാണ്. 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വല്ല മാറ്റം ഉണ്ടാവില്ല. അത്ര തന്നെ പരിപാടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാടാ. ദ തേർഡ് ടേം ഓഫ് എ ജിയോമെട്രിക് പ്രോഗ്രഷൻ ഈസ് 4.
ഫൈൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് ഫസ്റ്റ് 5 ടേം, ആദ്യത്തെ 5 ടേമിന്റെ പ്രൊഡക്റ്റ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചിലപ്പോൾ ഈ കൊല്ലം തന്നെ കണ്ടിട്ടുണ്ടാവും. അങ്ങോട്ട് നോക്കിയാടാ, A1 A2 A3 A4 A5 എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിട്ടില്ല, എല്ലാം വരിക്കും മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. A1 എന്ന് പറഞ്ഞാൽ A ആണ്, A2 എന്ന് പറഞ്ഞാൽ AR ആണ്, AR സ്ക്വയർ AR ക്യൂബ് AR റൈസ് ടു 4. ഇങ്ങോട്ട് നോക്കിയാടാ, ഇതിൽ എത്ര A ഉണ്ട്? 1 2 3 4 5 അല്ലേ? അപ്പോൾ എന്ത് വരും? AR റൈസ് ടു 5 എന്ന് എഴുതി വെച്ചൂടെ? ഇനി R എത്ര ഉള്ളത്? 1 സോറി R എത്ര ഉണ്ട്? ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. അപ്പോൾ 4 3 7 2 9 1 10. അപ്പോൾ A റൈസ് ടു 5ഉം R റൈസ് ടു 10ഉം ആയിട്ട് എഴുതി കൊടുത്തു. ഇനി ഇവിടെ നോക്കിയാടാ, ഇതിനെ ഞാൻ എങ്ങനെ ആക്കിയിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്? AR സ്ക്വയർ ഹോൾ റൈസ് ടു 5 എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. എന്താണ്? AR സ്ക്വയർ ഹോൾ റൈസ് ടു 5 എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഈ 5നെ ഉള്ളിലേക്ക് ഗുണിച്ചാൽ എന്താവുക? A റൈസ് ടു 5 AR റൈസ് ടു 2 ഓൾറെഡി ഉണ്ടല്ലോ, അപ്പോൾ 2 × 5 എത്രയാ? 10. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതി കൊടുക്കാൻ പറ്റുന്ന പറഞ്ഞത്? A റൈസ് ടു 5 R റൈസ് ടു 10 എന്നായിട്ട് എഴുതി കൊടുക്കാൻ പറ്റുന്ന പറഞ്ഞത്. ഇതിങ്ങനെ എഴുതാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലുള്ള തേർഡ് ടേം ആണ് നമുക്ക് തന്നിട്ടുള്ളത്. തേർഡ് ടേം എന്ന് പറയുന്നത് AR സ്ക്വയർ ആണ്, അല്ലേടാ? AR സ്ക്വയർ അല്ലേ തേർഡ് ടേം എന്ന് പറഞ്ഞത്? അതുകൊണ്ടാണ് ഇവിടെ AR സ്ക്വയർ ഹോൾ റൈസ് ടു 5 എന്ന് എഴുതി കൊടുക്കാൻ കാരണം. ഈ AR സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണെന്നുള്ളത് നമുക്കറിയാം, 4 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ 4 റൈസ് ടു 5 ആണ് ആൻസർ ആയിട്ട് വരിക. 4 റൈസ് ടു 5 എന്ന് പറഞ്ഞാൽ എന്താണ്? 256 ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പോൾ നേരെ ഇതോട് കൂടിയിട്ട് നമ്മളുടെ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്രയുള്ള ക്വസ്റ്റ്യൻസ് മൊത്തം നിങ്ങൾ നല്ലവണ്ണം വൃത്തിക്ക് പഠിച്ചിട്ട് മാത്രം പരീക്ഷയ്ക്ക് പോവുക. ആദ്യമേ പറഞ്ഞു തരാം, നിങ്ങളുടെ മൊബൈലിൽ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് അവിടെ സേവ് ചെയ്ത് വെക്കാനുള്ള പരിപാടി ഉണ്ട്. നിങ്ങളുടെ മൈൻഡിൽ ഒരു പ്രാവശ്യം ഈ സ്ക്രീനിൽ കാണേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ തലച്ചോറിൽ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി നമ്മൾ മനുഷ്യന്മാർക്കില്ല. ആ സത്യാവസ്ഥ ആദ്യം മനസ്സിലാക്കിയിട്ട് ഈ ക്വസ്റ്റ്യൻസ് മൊത്തം ഒറ്റയ്ക്ക് ഒരു പ്രാവശ്യം എഴുതി പഠിച്ച് തയ്യാറായതിനു ശേഷം മാത്രം പരീക്ഷയ്ക്ക് പോവുക. നമ്മളുടെ മുൻപിൽ ദിവസങ്ങളുണ്ട്. നല്ല രീതിയിൽ പഠിച്ചിട്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നിർത്തുന്നു. താങ്ക് യു.